നമുക്ക് ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉണ്ടാകുമ്പോഴേ മറ്റുള്ളവരെ നെഞ്ഞത്ത് കയറി കഴിഞ്ഞാല് ഇതാണ് ഏക്കാരവസ്ഥ. ഒരുപാട് കുടുംബങ്ങളെ വയ്യാതാരാക്കുകയും ഒരുപാട് കുടുംബങ്ങളെ പേരില് എന്താ പറയാ കുടുംബം ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ എന്താ ഗതി എന്ന് അറിയുങ്ങള്? ആരുമല്ല, നമ്മളെ സരിത. ഇപ്പോ ഇതാണ് പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ കിട്ടും. അത് വേറെ ഒരു സ്ഥലത്തേക്കൊന്നും വെക്കൊന്നുമില്ല. എന്നും നമുക്ക് സൗന്ദര്യവും ആരോഗ്യവും ഒന്നും ഉണ്ടാവുന്ന വരില്ല. ഒരുപാട് ആൾക്കാരെ എന്താ പറയാ ആ ഒരു ശാപമുണ്ടല്ലോ, ശാപാണ്. ഇന്ന് പരഗതി ഇല്ലാത്ത അവസ്ഥയിലാ. നിങ്ങളൊന്ന് കണ്ടോക്കി, ഒന്ന് കേട്ടോക്കി. എന്തായിരുന്നു ജീവിച്ചിരിക്കുമ്പോ ഉണ്ടായിരുന്ന അവസ്ഥ? ഇപ്പോഴും ജീവനുണ്ട്, പക്ഷെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും എന്താ അവസ്ഥ? എത്ര പോലെ ആൾക്കാരെ ശാപം ഉണ്ടാവും. ഏതൊരു പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് ഏതൊരു പെണ്ണാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ ഒരു ഉയർച്ചയിൽ നിൽക്കുന്ന ആൾക്കാരെ താത്തണം എന്നുണ്ടെങ്കിൽ ഒരു പെൺവാണിപ്പം ഇപ്പൊ എത്രയോ കേസുകൾ നമ്മൾ കേട്ട്. ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉയർന്നു നിൽക്കുന്ന നേരത്ത് അവരെ താഴ്ത്താൻ ഏറ്റവും ബെറ്റർ സംഭവമാണ് പെൺവാണിപം എന്ന് പറഞ്ഞങ്ങാണ്ട് പരാതി കൊടുക്കുക. അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടായാലും പിന്നെ അവര് മരിച്ചിട്ടായാലും ആ ഒരു സംഭവമാണ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്താണ് നാറ്റിക്കും ചെയ്യുക. അത് ശരിയാണോ തെറ്റാണോ ചെയ്തിക്കണോന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് പെൺവാണിപം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുക. ഇപ്പൊ എന്താ അവസ്ഥ എന്ന് നോക്കാൻ നിങ്ങള് ഒന്ന് കേട്ടോക്കി. അഡ്മിനിസ്ട്രേഷൻ ആണ് അതിന്റെ കഥകളൊക്കെ നമ്മൾ റിക്കവർ ചെയ്തിട്ട് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കുറച്ച് കൊച്ചു കുട്ടികളാണ് ഇതിനകത്ത് അക്യൂസ്ഡ് ആയിട്ടുള്ളത്. തെറ്റിദ്ധാരണയുടെ മണ്ടയ്ക്കുണ്ടായതാണ്. വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് കുട്ടികൾ അതിനകത്ത് പെട്ടുപോയതാണ്. അപ്പം അത് ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ അസുഖം ആയിട്ടും ഞാൻ കോർട്ടിൽ ഹാജരായത്. അല്ല, ഒരുപാട് കാരണങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അവർക്ക് ഇത് ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ എന്താ പറയാ അതിന്റെ സോഴ്സ് എങ്ങനെയാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വർഷങ്ങളായില്ലേ, ഇപ്പൊ 2018 തൊട്ട് തുടങ്ങിയതാണിത്. അപ്പൊ ഇനിയിപ്പോ നോക്കാൻ സാധ്യതയുണ്ട്. അതെ അതെ അതെ, അത് നമ്മളറിയില്ല. അല്ല, ഇത് നമ്മുടെ പോകുന്നതല്ല അതിനകത്ത് പ്രശ്നം. ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ നല്ല ശരീരത്തിലെ കോശങ്ങളെ അതെ നല്ല തരത്തിൽ നശിപ്പിക്കും. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നെർവിനെയാണ് നെർവുകളൊക്കെയാണ് എഫക്ട് ചെയ്തത്. വാസ്കുലൈറ്റിസ് എന്ന് പറയുന്ന രക്തവാദം, അതായത് നർവ്സിന്റെ എല്ലാം രക്തക്കുഴലുകൾ നിർവീക്കം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നെർവുകളുടെ മൈൻഡ് ചെയ്ത് ഒഴുകി പോകും. അത് ഈ ഓട്ടോയിമ്യൂൺ കാരണമാണ് അങ്ങനെ വന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ആ വീക്ക്നെസ് ഉണ്ടാവും. അപ്പൊ ആദ്യമൊക്കെ എക്സ്ട്രീമിറ്റീസ് അതായത് കാലുകളിലും കൈകളിലും വന്നത്. ചില സമയത്ത് കണ്ണുകളെ ബാധിക്കും. ആദ്യം കണ്ണുകൾക്ക് വരുന്ന